പ്രിയപ്പെട്ടവരെ, സഭ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ എത്രമാത്രമാണത്, എത്രമാത്രമാണ്. നമ്മൾ പലപ്പോഴും ഈ സഭയുടെ കുറവുകൾ മാത്രം ഈ സോഷ്യൽ മീഡിയയിലെല്ലാം കേട്ട്, പിന്നെ ചിലരുണ്ട് അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും കുറ്റവും പറഞ്ഞ് ഇരുന്ന് നമുക്ക് ഈ സഭയുടെ നന്മകളൊന്നും അറിയാതെ പോയി. സഭയുടെ കാരുണ്യത്തിന്റെ ഒരു വലിയ മുഖമുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നമ്മൾ ഈ സമൂഹത്തെ അക്ഷരം പഠിപ്പിച്ച ജനമാണ്. അത് നമ്മൾ മറക്കരുത്. ഈ ജനത്തിന് ആതുര ശുശ്രൂഷ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. മറക്കരുത് അത്. ആരോഗ്യ പരിരക്ഷയൊക്കെ ദൈവത്തിന്റെ വലിയ ഒരു ശുശ്രൂഷയായിട്ട്, ദൈവികമായ ശുശ്രൂഷയായിട്ട് കണ്ട് അതിനു വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ചവരായിരുന്നു നമ്മുടെ വൈദികര്, സന്യസ്തര്, അങ്ങനെയൊക്കെയുള്ളവര്. പിന്നെ നമ്മൾ നടത്തുന്ന കാരുണ്യ ഭവനങ്ങൾ, അത് എന്തേരമുണ്ട്. ആയിരക്കണക്കിന് കാരുണ്യ ഭവനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി, അംഗവൈകല്യം വന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മാനസിക രോഗം ബാധിച്ച സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ. അത് ഏറ്റവും കൂടുതൽ നടത്തുന്നത് നമ്മുടെ കന്യാസ്ത്രീകളാട്ടോ, സിസ്റ്റർമാരാണ്. അവരുടെയൊക്കെ ഭവനങ്ങളിൽ നിങ്ങൾ എത്ര പേര് പോയിട്ടുണ്ട്? അവിടെയൊക്കെ ചെന്നാൽ അവരെല്ലാം നമുക്ക് കാലെ തൊട്ട് നമിക്കാൻ തോന്നും. കാരണം അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷ. ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ നമ്മുടെ മിടുമിടുക്കികളായ കന്യാസ്ത്രീകളെയൊക്കെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? കർത്താവിന്റെ കാരുണ്യമാണ് പ്രിയപ്പെട്ടവരെ. അവരിലൂടെ കർത്താവിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദൈവവിളിയുടെയൊക്കെ അടിസ്ഥാനം അതാണ്. കർത്താവിന്റെ രക്ഷാകര പ്രവർത്തനങ്ങൾ തുടരണം. അതിനുവേണ്ടി കൂദാശകൾ പരികർമ്മം ചെയ്യണം. നമുക്ക് വൈദികരെ വേണം. കാരുണ്യ പ്രവർത്തനങ്ങള് അനുസ്യൂതം നടക്കണം. അതിനു വേണ്ടിയിട്ട് സമർപ്പിതരെ നമുക്ക് വേണം. അങ്ങനെ സമർപ്പിതരിലൂടെയും വൈദികരിലൂടെയും പിന്നെ നമ്മുടെ കുടുംബങ്ങളിലൂടെയും എല്ലാം ഈ സ്നേഹത്തിന്റെ ശുശ്രൂഷ മുന്നോട്ട് പോവുകയാണ്. എത്രയോ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഞങ്ങളുടെ രൂപതയിലൊക്കെ അതിരൂപതാ ദിനം ആഘോഷിക്കുമ്പോൾ ഓരോ ഇടവകയും, ഓരോ കോൺഗ്രിഗേഷനും, ഓരോ സ്ഥാപനവും ഓരോ വർഷവും നടത്തിയ കാരുണ്യ പ്രവർത്തനങ്ങളുടെ കണക്ക് എടുക്കാറുണ്ട്. ഒരിക്കലും അത് മുഴുവൻ കിട്ടാറില്ല. പകുതിയൊക്കെ കിട്ടുമ്പോഴത്തേക്കും 25 കോടി 28 കോടിയൊക്കെയാണ് ഓരോ വർഷവും വരുന്നത്. വല്ലൊരു അറിയുന്നുണ്ടോ? നമ്മുടെയൊക്കെ ഇടവകളിലൊക്കെ എന്തേലും നന്മ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു രൂപതാ തലങ്ങളിലൊക്കെ എന്തേലും സ്ഥാപനങ്ങളിലൂടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഓരോ കോൺഗ്രിഗേഷനും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. അവർ ജീവിതവും സമർപ്പിക്കുക. പണം മാത്രമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. അവരുടെ ജീവിതം തന്നെ അവർ സമർപ്പിക്കുകയാണ്. പിന്നെ അനേകരെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ ഇന്നലെ തിരുവനന്തപുരം അടുത്ത് കാട്ടാക്കടയിൽ എലോയിസ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറഞ്ഞ ഒരു സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ വെഞ്ചരിക്കാൻ പോയി. അത്ഭുതപ്പെടുത്തിയ വിസ്മയനീയമായ ദൈവകാരുണ്യത്തിന്റെ ഒരു സാക്ഷ്യം. 10-12 ചെറുപ്പക്കാര്, പിള്ളേര്, 3 ആൺപിള്ളേര്, ബാക്കി 9 പെൺപിള്ളേര്. നല്ല മിടുമിടുക്കികൾ പെൺപിള്ളേര്. ആരും കല്യാണം കഴിച്ചിട്ടില്ല പെൺപിള്ളേരിൽ എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നോ രണ്ടോ പേരെങ്ങാണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം പഠിക്കുക. PhD പഠിക്കുന്നു, MTech പഠിക്കുന്നു, BSc നേഴ്സിംഗ് പഠിക്കുന്നു. അവരെല്ലാം തിരുവനന്തപുരം പ്രദേശത്ത് വന്ന് കണ്ടുമുട്ടി. കുറെ വർഷങ്ങളായിട്ട് അവർ പ്രാർത്ഥനാനുഭവത്തിലായിരുന്നു. ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് കർത്താവിന്റെ ഒരു ജ്വലനം ഉള്ളിലുണ്ടായി. എന്താണ്? തിരുവനന്തപുരം പട്ടണത്തിൽ തെരുവിൽ അലയുന്ന മാനസിക രോഗികൾക്ക് ഭക്ഷണം കൊടുക്കണം, നീ തന്നെ കൊടുക്കണം. അങ്ങനെ അവരത് ഏറ്റെടുത്തു. ഈ പിള്ളേര് ഒരു സഭയുടെ ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഒന്നും സഹായമില്ലാതെ അവര് ഭക്ഷണം കൊടുത്തു തുടങ്ങി. കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെയും കർത്താവിന്റെ പ്രചോദനം ഉണ്ടായി. ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഭവനം തുടങ്ങണം. കാട്ടാക്കടയിൽ അവർ 1.5 ഏക്കർ സ്ഥലം മേടിച്ച്, അവർ പലരും ആർക്കിടെക്റ്റുകളും ഒക്കെയാണ് ഈ പെൺപിള്ളേർ. അവര് തന്നെ നല്ല ഒന്നാന്തരം കെട്ടിടം പണിത് 2 കെട്ടിടങ്ങൾ, ഒന്ന് പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക്, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക്. അതിന് 4 ചുറ്റും ഓരോ കുരിശടിയും പണിത് വെച്ചിട്ടുണ്ട്, ഓരോ പുണ്യവാന്റെ പേരിൽ. അവർ പറഞ്ഞു, പിതാവേ, ഇത് ചുമ്മാ സാമൂഹിക പ്രവർത്തനമല്ല, ഇത് ഞങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് കുർബാന വേണം, കുർബാന എഴുന്നള്ളിച്ച് വെച്ച് തരണം. ഞങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് 24 മണിക്കൂർ പ്രാർത്ഥിക്കും.
ആ പ്രാർത്ഥനയിൽ ഇവര് സൗഖ്യപ്പെട്ട് ഇവിടുന്ന് പോകും. പുതിയ ആൾക്കാർ ഇവിടേക്ക് കടന്നു വരും. എന്തോ ഒരു അഗ്നിയാൽ ജ്വലിക്കപ്പെട്ട ചെറുപ്പക്കാരുടെ ജീവിതങ്ങൾ കർത്താവ് പ്രിയപ്പെട്ടവരെ ഇന്നും നമ്മുടെയൊക്കെ ഉള്ളിൽ തീ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ? കൂടുതൽ കാരുണ്യം കാട്ടാൻ. അതാണ് സഭയെ കർത്താവ് എപ്പോഴും നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്, കാരുണ്യം കാട്ടാൻ. ഈ അടുത്ത നാളിൽ നിങ്ങൾ കേട്ട് കാണും, കേന്ദ്ര ഗവൺമെന്റ് കാരിത്താസ് ഇന്ത്യ എന്ന കത്തോലിക്ക സഭയുടെ കാരുണ്യ പ്രസ്ഥാനത്തിന്റെ വിദേശ ഫണ്ട് സ്വീകരിക്കാനുള്ള അനുവാദം എടുത്ത് കളഞ്ഞു. അവരങ്ങനെ ചില ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൂടെ എത്രയോ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഇന്ത്യയിലെ കത്തോലിക്ക സഭ സേവനം ചെയ്തു. എത്രയോ പേർക്ക് ഒരു സർക്കാരിനും എത്തിപ്പറ്റാത്ത ഇടങ്ങളിൽ, ഒരു സർക്കാരിനും എത്തിപ്പറ്റാത്ത ഈ സമൂഹം ഒരു വിലയും കൊടുക്കാത്ത ജനവിഭാഗങ്ങളുടെ ഇടയിൽ കാരുണ്യത്തിന്റെ കരങ്ങളായിട്ട് പോകാൻ കത്തോലിക്ക സഭയ്ക്ക് സാധിച്ചത് ഈ ഒരു പ്രസ്ഥാനമുള്ളത് കൊണ്ടാണ്. ഗവൺമെന്റ് ഒന്നും ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതിരുന്നാൽ മതി. ഏതായാലും വലിയ ഉപദ്രവം ചെയ്തു. അതിന്റെ FCRI എടുത്ത് കളഞ്ഞു. ഇനി നിങ്ങളൊന്ന് പ്രവർത്തിക്കുന്നത് കാണട്ടെ. അതാ. എന്നാ 10 പേർക്ക് എത്രയോ കുഞ്ഞുങ്ങള് അവരുടെ പ്രോജക്റ്റുകളിലൂടെ നല്ല പോഷകാഹാരം കഴിച്ചു. എത്രയോ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം നേടി. എത്രയോ പേര് രക്ഷപ്പെട്ടു. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങൾ പ്രവർത്തിക്കേണ്ട, അത്രയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അത് പോയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാരുണ്യ പ്രവർത്തനം നിർത്തത്തില്ല. നമ്മൾ നമ്മുടെ ദശാംശമൊക്കെ കൊടുത്ത് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ക്രൈസ്തവ സമൂഹം. അതുകൊണ്ട് നമ്മുടെ സഭ തന്നെ നിലനിൽക്കുന്നത് കർത്താവിന്റെ സാന്നിധ്യം ഈ സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവിന്റെ കാരുണ്യം സഭയിലൂടെ ഒഴുകുകയാണ്. കാരണം സഭ കർത്താവിന്റെ ശരീരമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ആ ഒരു തലത്തിൽ വേണം നമ്മൾ കാണാനായിട്ട്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഇടവക സമൂഹങ്ങൾ കൂടുതൽ കാരുണ്യത്തെക്കുറിച്ച് ചിന്തിക്കണം. നമ്മുടെയൊക്കെ ഇടയിൽ വേദനിക്കുന്നവരായിട്ട് ആരും ഉണ്ടാകരുത്. അതിനൊന്നും നമ്മൾ പുറത്തുനിന്ന് പൈസയൊന്നും വേണ്ട. നമ്മുടെയൊക്കെ ദശാംശം കൊടുത്ത് ശീലിച്ചാൽ മാത്രം മതി നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ സമ്പാദിച്ചുണ്ടാക്കുന്നതിന്റെ ഒരു ഭാഗം സമൂഹത്തിനുള്ളതാണ് എന്നുള്ളൊരു ചിന്തയിൽ നമുക്ക് മാറ്റിവെക്കാനായിട്ട് സാധിച്ചാൽ മാത്രം മതി. നമ്മൾ വായിച്ചു കേട്ട നടപടി പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു കൂട്ടപ്പെട്ട ആ ജനം ഒരുമിച്ചുകൂടി ഒരു സഭയായിട്ട് മാറി, കർത്താവിന്റെ ശരീരമായിട്ട് മാറിയപ്പോൾ അവർക്കുണ്ടായ വ്യത്യാസം എന്താണ്? അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഗുണപരമായ വ്യത്യാസം എന്താണ്? അവർക്കുണ്ടായിരുന്നതെല്ലാം അവർ പൊതുവായി കരുതി. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. നമ്മുടെ കാലം ചെയ്ത മാർപ്പാപ്പ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പായോട് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, പാപ്പ, നടപടി പുസ്തകത്തിൽ പറയുന്ന ഈ ക്രൈസ്തവ സമൂഹം തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുന്ന, സ്വത്തുക്കളും വസ്തുവകളും വിറ്റ് ആവശ്യാനുസരണം വീതിക്കുന്ന, ഏകമനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുന്ന, ഭവനം തോറും അപ്പം മുറിക്കുന്ന, ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുന്ന സമൂഹം, അതല്ലേ കമ്മ്യൂണിസം? അപ്പൊ പിന്നെ എന്തിനാണ് സഭ കമ്മ്യൂണിസത്തെ എതിർക്കുന്നത്? ശരിക്കും കമ്മ്യൂണിസം എന്ന് പറയുന്നത് നടപടി പുസ്തകത്തിലെ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെയല്ലേ? അതിന് മാർപ്പാപ്പ മറുപടി പറയുന്നത് വളരെ ചിന്തനീയമാണ്. അദ്ദേഹം പറഞ്ഞു, കമ്മ്യൂണിസം ഉണ്ടായത് കഴിഞ്ഞ നൂറ്റാണ്ടിലാണ്. എന്നാൽ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ സഭയിലുണ്ടായ സന്യാസ പ്രസ്ഥാനങ്ങളാണ് നടപടി പുസ്തകത്തിലെ ഈ കാരുണ്യത്തിന്റെ ജീവിതം കൃത്യമായി നടപ്പിലാക്കിയത്. നമ്മുടെ സന്യാസ സഭകൾ, വൈദികരുടെയും സന്യസ്തരുടെയും ഒക്കെ സന്യാസ കൂട്ടായ്മകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്താണ്? ഈ ലോകത്തിന്
ക്രൈസ്തവ ജീവിതം എന്താണെന്ന് കാട്ടിക്കൊടുക്കുകയാണ്. അവർക്ക് സ്വകാര്യ സ്വത്തില്ല, അവർക്കുള്ളതെല്ലാം അവർ പൊതുവായി കരുതുന്നു. തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും അവരെല്ലാം പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അവരാരും ഒരു പൈസ പോലും സ്വന്തമായി എടുക്കാതെ എല്ലാവർക്കുമായിട്ട് അത് വീതിച്ചു കൊടുക്കുന്നു. അവരൊരു മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുന്നു, പ്രാർത്ഥിക്കുന്നു. അവര് ഭക്ഷണം കഴിക്കുന്നു, ഹൃദയലാളിത്യത്തോടെ ഭക്ഷണത്തിൽ പങ്കുചേരുന്നു. ഇതാണ് നമ്മുടെയൊക്കെ സന്യാസാശ്രമങ്ങൾ, നമ്മുടെയൊക്കെ കോൺവെന്റുകൾ എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം ഇത് കമ്മ്യൂണിസത്തും ഒക്കെ വരുന്നതിന് വളരെ മുമ്പ് തന്നെ കത്തോലിക്ക സഭയിൽ ക്രൈസ്തവ പാരമ്പര്യത്തിൽ സന്യാസത്തിലൂടെ വന്ന് പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, കാരുണ്യ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് സഭയാണ്. സഭ തന്നെ കാരുണ്യമാണ്. ഈ പങ്കുവയ്ക്കാൻ ഉള്ളതെല്ലാം പങ്കുവയ്ക്കാൻ, ഉള്ളതെല്ലാം പൊതുവായിട്ട് കരുതുവാൻ, എന്റെ 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 എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാതെ എല്ലാം എല്ലാവർക്കുമായിട്ട് കൊടുക്കുവാനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് സഭയുടെ ശുശ്രൂഷകളാണ്. അതുകൊണ്ടാണ് പറയുക, നമ്മൾ സ്വർഗത്തിൽ പോയാൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെങ്കിലും കാണും, നരകത്തിൽ പോയാൽ ആ പഞ്ചായത്തിലെ എല്ലാവരും കാണും എന്ന് പറയാറുണ്ട്. കാരണം നന്മ ഒരാളെയെങ്കിലും സ്പർശിക്കും. ഒറ്റയ്ക്കുള്ള ഒരു രക്ഷയില്ല. നന്മ ഒരാളെയെങ്കിലും സ്പർശിക്കും, തിന്മ ഒത്തിരി പേരെ സ്പർശിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ നാളെ ഒന്ന് കള്ളു കുടിക്കാൻ തുടങ്ങിക്കേ, നിങ്ങൾക്ക് എന്തേലും കൂട്ടുകാരെ കിട്ടുമെന്നറിയാവോ? അയ്യോ, നിങ്ങൾക്ക് വിളി വരും, അളിയ ഒന്ന് കൂടണ്ടേ. ഇത്രയും നാള് നമ്മളെ ഒരുത്തനും അന്വേഷിക്കത്തില്ലായിരുന്നു. നമ്മൾ വെള്ളവടിക്കാരനാണെന്ന് മനസ്സിലായപ്പോഴേ നമുക്ക് വിളി വന്നു, അളിയ വാ നമുക്ക് കൂടാം. എല്ലാവരും പിന്നെ അളിയന്മാരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അളിയന്മാരുടെ കൂട്ടായ്മയാണ് വെള്ളവടി കൂട്ടായ്മ. അതേസമയം അവൻ ഒരു സുപ്രഭാതത്തിൽ ധ്യാനം കൂടി വെള്ളവടി നിർത്തി, പിന്നെ ഒരുത്തനും അവനെ തിരിഞ്ഞു നോക്കാനില്ല. അവൻ ഏകാന്തതയുടെ വല്ലാത്ത അവസ്ഥയിൽ മിക്കവാറും പിന്നെയും പഴയ അളിയന്മാരെ തേടി പോകാൻ തന്നെയാണ് സാധ്യത. കാരണം അവൻ ഒറ്റപ്പെട്ടു പോയി. നന്മ ഒരാളെയെങ്കിലും സ്പർശിക്കും, തിന്മ ഒത്തിരി മനുഷ്യരെ സ്പർശിക്കും എന്ന് പറയുന്നത് പോലെ നമ്മുടെ രക്ഷ ഒറ്റയ്ക്കല്ല, അത് ഒരുമിച്ചുള്ള രക്ഷയാണ്. നമ്മൾ രക്ഷപ്പെടുകയാണെങ്കിൽ ഒരുമിച്ചാണ്. ഭാര്യമാരെ, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കെട്ടിയന്മാരും കാണും. നിങ്ങൾ നരകത്തിൽ പോയാൽ എല്ലാവരും കാണും. കെട്ടിയന്മാര് രക്ഷിക്കപ്പെട്ടാൽ അവരുടെ കൂടെ ഭാര്യമാര് ഉറപ്പായിട്ട് കാണും, മക്കളൊക്കെ കാണും. അതുകൊണ്ടാണ് നമ്മളിലൂടെ അനേകർ രക്ഷിക്കപ്പെടുന്നു എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത്. അപ്പോൾ സഭയെ നമ്മൾ ഈശോയായിട്ട് കാണുമ്പോൾ, ക്രിസ്തുവിന്റെ ശരീരമായിട്ട് കാണുമ്പോൾ, കർത്താവ് നമ്മളെ ഓരോരുത്തരെയും പങ്കുവയ്ക്കാനും അതുപോലെ കാരുണ്യം കാട്ടാനും എല്ലാം നിർബന്ധിക്കുകയാണ്. ഇങ്ങനെ ഈ പങ്കുവയ്പ്പിന്റെ ജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കൃപ എന്താണ്? ക്ഷമിക്കാനുള്ള കൃപയാണ്. ക്ഷമിക്കാനുള്ള കൃപ. ക്ഷമിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ പറയും ക്ഷമിച്ചു ക്ഷമിച്ചു എന്നൊക്കെ പറയും, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ വെറുപ്പ് കിടപ്പുണ്ട്. ഒത്തിരി പേരോടുള്ള വെറുപ്പ് കിടപ്പുണ്ട്. എല്ലാവരോടും ഞാൻ ക്ഷമിച്ചു, പക്ഷെ എന്നിട്ടും എന്റെ മനസ്സിന് സ്വസ്ഥതയില്ലെന്ന് പറഞ്ഞ ഒരു സഹോദരനെ ഞാൻ കണ്ടെത്തി. കുറെ നേരം അയാളോട് സംസാരിച്ച് കഴിഞ്ഞപ്പം അയാളുടെ ഉള്ളിലെ വെറുപ്പിന്റെ അലകടല് നമ്മൾ കണ്ടുപിടിച്ചു. എന്താണത്? അയാൾക്ക് അയാളുടെ അപ്പനോട്, വണ്ടങ്ങാണ്ട് മരിച്ചുപോയ അപ്പനോട് ഇപ്പോഴും തീരാത്ത കലിപ്പാണ്. മറന്നിട്ടില്ല ഒന്നും. എന്റെ അപ്പൻ ദുഷ്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് അയാളോട് തന്നെ വെറുപ്പാണ്. നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പ്, നമ്മുടെ കുടുംബത്തിലുള്ളവരോട് വെറുപ്പ് സൂക്ഷിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അപ്പന്മാരോട് അമ്മമാരോടൊക്കെ വെറുപ്പ് സൂക്ഷിക്കുന്നവര്. അവർക്കൊക്കെ എങ്ങനെയാണ് കരുണ കാട്ടാനായിട്ട് സാധിക്കുക? ഒരിക്കലും ഒരു മനുഷ്യൻ, അവന് 10-22 വയസ്സ് വരെ, ഒരു പഴയ വീടാകട്ടോ, ഇപ്പോഴത്തെ വീടുകളൊന്നുമല്ല, പഴയ കാർന്നോന്മാരുടെ വീട്ടിൽ 10-22 വയസ്സ് വരെ അങ്ങനെ സുഖമായിട്ട് ജീവിക്കുകയാണ് വീട്ടിൽ. 22 വയസ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൻ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. നീ പോടാ, നീ പോയി വല്ല അധ്വാനിച്ചുണ്ടാക്കണമെന്ന് പറഞ്ഞു. ചുമ്മാ ഇങ്ങനെ അമ്മയുടെ സാരത്തിമ്പി പിടിച്ച് പോയി വല്ല അധ്വാനിച്ചുണ്ടാക്കും. അവന് സഹിക്കാൻ പറ്റിയില്ല. അപ്പൻ എന്നെ ചവിട്ടി ഇറക്കി എന്ന് പറഞ്ഞ് അവൻ അപ്പനോടുള്ള വാശിക്ക് പോയി അധ്വാനിച്ചു. 5 സെന്റ് ഭൂമി മേടിച്ചു, അവൻ വീട് വെച്ചു, പെണ്ണ് കെട്ടി, പിള്ളേരുണ്ടായി. എല്ലാത്തിനും അമ്മയും സഹോദരങ്ങളെയും വിളിച്ച് നല്ല ഭക്ഷണം കൊടുക്കും. എന്നിട്ട് അപ്പന്റെ കുറ്റം ഒരു മണിക്കൂർ അവരോട് പറയും.
എല്ലാ ദിവസവും ഇയാൾ ഈ അപ്പന്റെ കുറ്റം ആരോടെങ്കിലും ഒക്കെ പറയും. കുറെ വർഷങ്ങൾ അങ്ങനെ മുന്നോട്ട് വന്നു. അപ്പനാണ് എപ്പോഴും 500 സ്റ്റൈൽ ഒരു അപ്പന. അവൻ എന്നെ വിളിച്ച് ഭക്ഷണം തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവൻ നന്നായല്ലോ എന്നോർത്ത് അപ്പൻ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. കുറെ നാളുകൾക്ക് ശേഷം ഇയാൾ ഒരു കാര്യം മനസ്സിലാക്കി, അപ്പന്റെ അപ്പൻ അപ്പനെ വീട്ടിൽ കയറ്റിയിട്ട് പോലുമില്ല, പിന്നെ വേണ്ട ഇറക്കി വിടാൻ. എന്ന് വെച്ചാൽ ഈ അപ്പന്റെ അപ്പൻ വളർന്നു വന്ന കാലം മഹാകഷ്ടകാലമായിരുന്നു. അയാൾ ഒട്ടും സ്നേഹം കിട്ടാതെയാണ് വളർന്നത്. എന്നിട്ടും അയാൾ കല്യാണം കഴിച്ചു, ഞങ്ങൾ ഇത്രയും മക്കളെ ജനിപ്പിച്ചു, 10-22 വയസ്സ് വരെ എന്നെ പോറ്റി വളർത്തി, പിന്നെയും ഞാൻ സുഖിമാനായി അമ്മയുടെ സാരിത്തുമ്പെ പിടിച്ച് കിടന്ന് ജീവിക്കാനാണ് പ്ലാൻ എന്ന് മനസ്സിലായപ്പോഴാണ് എനിക്കിട്ടൊരു ചവിട്ട് തന്നിട്ട് പോയി രക്ഷപ്പെടാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത്രയും വർഷങ്ങളായി അയാളുടെ മനസ്സിൽ അടുങ്ങിയിരുന്ന വെറുപ്പ് മുഴുവൻ, അയ്യോ പാവം അപ്പന് അപ്പന്റെ മാതാപിതാക്കളുടെ സ്നേഹമൊന്നും കിട്ടാതാണല്ലോ വളർന്നത് എന്നുള്ളൊരു ചിന്തയിൽ ആ വെറുപ്പ് മുഴുവൻ കാരുണ്യമായിട്ട് മാറി. അപ്പോഴാണ് അയാൾക്ക് അപ്പനോട് ക്ഷമിക്കാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. മുറിപ്പെടുത്തിയവന്റെ ലോകത്തോട് കരുണ കാട്ടിയാൽ മാത്രമേ നമുക്ക് ക്ഷമിക്കാനാവൂ. മുറിപ്പെടുത്തിയവന്റെ ലോകത്തോട് കരുണ കാട്ടിയാൽ മാത്രമേ നമുക്ക് ക്ഷമിക്കാനാവൂ. മുറിപ്പെടുത്തിയ ഈ അപ്പൻ ഒരു ലോകമുണ്ട്, അയാൾ വളർന്നു വന്ന ലോകം. എന്റെ അപ്പനെയും അമ്മയൊക്കെ വിധിക്കാൻ ഞാൻ ആരാണ്? അവര് വളർന്നു വന്ന സാഹചര്യങ്ങൾ എനിക്കറിയില്ല. അവര് സ്നേഹം കിട്ടിയാണോ വളർന്നത്? എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് അവരോട് പോരടിച്ചിരിക്കുക. കാരണം എനിക്ക് കിട്ടിയ സ്നേഹം പോരെന്ന് പറഞ്ഞ് ഞാൻ എന്റെ അപ്പനോടും അമ്മയോടും വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ ഓർക്കേണ്ടത്, എന്റെ അപ്പനും അമ്മയ്ക്കും സ്നേഹം കിട്ടിയിട്ടുണ്ടോ? എനിക്കൊരു കാര്യം ഉറപ്പാ, സ്നേഹം കിട്ടിയവരെല്ലാം സ്നേഹം കൊടുക്കും. നിങ്ങൾക്ക് സ്നേഹിക്കാൻ അറിയത്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം, നിങ്ങളുടെ അപ്പനോ അമ്മയ്ക്കോ സ്നേഹിക്കാൻ അറിയത്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. അപ്പോ ഉറപ്പായിട്ടും നിങ്ങൾക്കും സ്നേഹിക്കാൻ അറിയത്തില്ലായിരിക്കും. കൂടെയുള്ളവരോടൊന്ന് ചോദിച്ചേക്കണം, നിങ്ങളുടെ സ്നേഹം അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന്. മുറിപ്പെടുത്തിയവന്റെ ലോകത്തോട് കരുണ കാട്ടാനായിട്ട് സാധിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളിൽ നമ്മുടെ പൂർവ്വപിതാവായ യൗസേപ്പിനെ കാണുന്നുണ്ട്. ക്ഷമയുടെ ഉദാത്തമായ ഒരു മാതൃകയാണ് പൂർവ്വപിതാവായ യൗസേപ്പ്. യൗസേപ്പിന്റെ ജീവിതം കേട്ടാൽ നമുക്ക് സങ്കടം വരും. നമുക്ക് ആ സഹോദരങ്ങളെ എല്ലാം വെടിവെച്ച് കൊല്ലാൻ തോന്നും. കാരണം നല്ലൊരു പയ്യൻ, ഇളയ മകൻ, അവന് പ്രത്യേക കഴിവുകളൊക്കെ ഉണ്ട്. എന്താണ് കഴിവ്? സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കും. അപ്പനാണെങ്കിലും അപ്പനാണെങ്കിൽ കൂടെ സ്വപ്നം. എന്തിനാണോ ഈ യാക്കോബിന് വയസ്സാങ്കാലത്ത് ഇത്ര സ്വപ്നം? ഏതായാലും ഈ സ്വപ്നം എല്ലാം ഈ മകനാണ് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. അപ്പൻ സ്വപ്നം കാണുന്നു, മകൻ വ്യാഖ്യാനിക്കുന്നു. അപ്പൊ മകനോടൊരു പ്രത്യേക താല്പര്യമായി. മകനും കൂടുതൽ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവൻ രാവിലെ എഴുന്നേറ്റ് സ്വപ്നങ്ങൾ ചേട്ടന്മാരോട് പറയുന്നു, വ്യാഖ്യാനിക്കുന്നു. ചേട്ടന്മാർക്ക് ഇഷ്ടപ്പെടും. അവസാനം ആട് മേയ്ക്കാനായിട്ട് പോയ വഴിയെ ചേട്ടന്മാരെല്ലാരും കൂടെ, ഫസ്റ്റ് ചേട്ടന്മാരല്ലേ, അവരെല്ലാരും കൂടെ പദ്ധതി ഉണ്ടാക്കി ഇവനെ കൊല്ലാൻ. സ്വന്തം സഹോദരങ്ങൾ വധിക്കാൻ തീരുമാനിക്കുന്ന ജോസഫിനോട് നമുക്ക് പാവം തോന്നും. പാവം, നല്ലൊരു പയ്യൻ, നിഷ്കളങ്കനായ പയ്യൻ, ചേട്ടന്മാരെ വിശ്വസിച്ച് പോയതാണ്. അവസാനം അവനെ കൊല്ലാനായിട്ട് തീരുമാനിക്കുകയാണ് ചേട്ടന്മാർ. അപ്പൊ റൂബൻ എന്ന് പറയുന്ന മൂത്ത സഹോദരന് സങ്കടം തോന്നി, അയ്യോ കൊല്ലുമൊന്നും വേണ്ട, അവനെ നമുക്ക് ആ പൊട്ടക്കിണറ്റിൽ തള്ളാം. എന്നിട്ട് ഇവര് മാറുമ്പോഴത്തേക്കും പുള്ളിയെ പിടിച്ചു കയറ്റി കൊണ്ടുപോകാൻ ഓർത്തിരിക്കുകയായിരുന്നു റൂബൻ. അപ്പൊ എന്നാ റൂബൻ പറഞ്ഞല്ലേ, അനുസരണമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പൊട്ടക്കിണറ്റിൽ തള്ളിയേക്കാം, കൊല്ലണ്ട. അങ്ങനെ പൊട്ടക്കിണറ്റിൽ തള്ളി കഴിഞ്ഞപ്പോഴാണ് അതുവഴി കുറെ ഈജിപ്തുകാർ വന്നു. എന്നാ പിന്നെ ഇവന്മാർക്ക് അടിമയായിട്ട് വിറ്റേക്കാം. സ്വന്തം സഹോദരനെ അടിമയായിട്ട് വിൽക്കുകയാണ് അല്ലെ. നമുക്ക് അവനെയൊക്കെ കൈ കിട്ടിയ എന്നെ ചെയ്യണം? സ്വന്തം അനിയനെ അടിമയാക്കി വിൽക്കുന്ന സഹോദരന്മാര്, എനിക്ക് ഓർത്തിട്ട് അല്ലെ സഹിക്കാൻ പറ്റുന്നത്. അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ ഈ അടിമയാക്കി എല്ലാം വിറ്റ് കഴിഞ്ഞപ്പോ കർത്താവിന്റെ കരം യൗസേപ്പിന്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൻ ന്യൂജൻ പിള്ളേര് ചോദിക്കും, ഉണ്ടായിട്ട് എന്നാ വിശേഷം? അവന് അടിമയായിട്ട് വിറ്റില്ലേ? കർത്താവിന്റെ കരം യൗസേപ്പിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഉണ്ടായിട്ട് എന്നാ വിശേഷം? എന്നിട്ട് അവൻ ഈജിപ്തിൽ ചെന്നു, ഒരു വിശേഷം ഉണ്ടായില്ല. അവൻ അടിമയായിട്ട് ചെന്ന് പൊത്തിഫറിന്റെ
വീട്ടിലെ കാര്യസ്ഥനായി. അവസാനം പൊത്തിപ്പറന്റെ ഭാര്യയ്ക്ക് ഈ പയ്യനോട് വേണ്ടാതിനൊക്കെ തോന്നി. അവന് പാപം ചെയ്യാൻ വിസമ്മതിച്ചു യജമാനത്തിയുമായിട്ട്. അവൻ പറഞ്ഞത് തന്റെ സ്ഥാനത്തിന്റെ മഹിമയോർത്ത് അവൻ പാപം ചെയ്യാൻ വിസമ്മതിച്ചു. അതാണ് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ഭവനം മുഴുവൻ നിങ്ങളുടെ യജമാനൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം എന്റെ കാര്യസ്ഥത്തിലാണ്, ഞാനിതിന്റെ എല്ലാം കാര്യസ്ഥനാണ്. ഇത്രയും എന്നെ വിശ്വസിച്ച യജമാനനെ ഞാൻ എങ്ങനെ വഞ്ചിക്കും? അതാണ് യൗസേപ്പ് ചോദിക്കുന്നത്. എത്ര മനോഹരമായ ഒരു ചോദ്യമാണത്. സ്നേഹം സ്പർശിച്ചപ്പോൾ ഉണ്ടായ ഒരു വ്യത്യാസമാണത്. യജമാനൻ എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എങ്ങനെ പാപം ചെയ്യും? യജമാനനെ ഞാൻ എങ്ങനെ വഞ്ചിക്കും? ഞാൻ പാപം ചെയ്യില്ല. പൊത്തിഫറിനെ ഇഷ്ടപ്പെടുവോ? പൊത്തിഫറിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുവോ? പൊത്തിഫറിന്റെ ഭാര്യ അവനെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി. അവൻ പൊത്തിഫറിന്റെ ഭാര്യയുമായിട്ട് അവിഹിതത്തിന് ചെന്നു എന്നൊക്കെ പറഞ്ഞ് പൊത്തിഫറിനെ കൊണ്ട് ഇവനെ കാരാഗൃഹത്തിൽ അടപ്പിച്ചു. പിന്നെ എഴുതി വെച്ചിരിക്കുന്നു, കർത്താവിന്റെ കരം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഉണ്ടായിട്ട് എന്നാ വിശേഷം? കാരാഗൃഹത്തിൽ അവൻ കിടന്നില്ലേ? എത്ര വർഷമാ? ഒരു വർഷമാണ് പോട്ടത്തിന്, 2 വർഷം, 3-4 വർഷം കിടന്നു അതിനകത്ത്. കാരാഗൃഹത്തിൽ കിടന്നു. കർത്താവിന്റെ കരം അവിടെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് എന്നാ വിശേഷം? ഇവനെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തിറക്കുക. നമ്മളാണെങ്കിൽ പറയും, കർത്താവിന്റെ കരം ഉണ്ടെങ്കിൽ കാരാഗൃഹങ്ങളെല്ലാം പൊട്ടി ചെതറി അവനെ പുറത്തിറക്കണം. അവൻ അവിടെ കിടക്കുക, ഒരു രക്ഷയില്ല. ഇവനെ പുറത്തിറക്കാൻ പറ്റുന്നില്ല. കർത്താവ് അവസാനം സഹികെട്ട് ഫറവോയ്ക്ക് സ്വപ്നങ്ങൾ കൊടുത്തു. ഫറവോയ്ക്ക് സ്വപ്നങ്ങൾ കൊടുത്തു. ഫറവോ വലിയ സ്വപ്നങ്ങളെല്ലാം കണ്ട് പുള്ളിക്ക് ഉറക്കം കിട്ടുന്നില്ല. പുള്ളി എല്ലാരും വിളിച്ചു വരുന്നത്, എനിക്കിങ്ങനെ സ്വപ്നം വരുന്നു. ആർക്കും ഇത് വ്യാഖ്യാനിക്കാനായിട്ടാവില്ല. അപ്പൊ കൊട്ടാര വിചാരിപ്പുകാരൻ പാനപാത്രവാഹകനായ ഒരുത്തനുണ്ട്. അവൻ ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ജോസഫ് അവനെ പറഞ്ഞു വിട്ടത്, നീ ആ പാനപാത്രം ഒഴിച്ചു കൊടുക്കുമ്പോ എന്റെ കാര്യം ഒന്ന് പറയണേ ഫറവോയോട്. അവൻ മറന്നുപോയി, ദുഷ്ടൻ. കർത്താവിന്റെ കാര്യം അവന്റെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് എന്നാ കാര്യം? അവൻ മറന്നുപോയി. അപ്പൊ അവൻ അത് ഓർത്തു. എന്താ? ഇതെല്ലാം കഴിഞ്ഞപ്പോ അവൻ ഓർത്തു, അയ്യോ ഇങ്ങനൊരാള് ജയിലിൽ കിടപ്പുണ്ട് കേട്ടോ. ഫറവോ പറഞ്ഞു അവനെ കൊണ്ടുപോവാ. അവൻ നല്ല മണിമണിയായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. എന്താണ്? സ്വപ്നത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്തു. ഫറവോയ്ക്ക് മനസ്സിലായി ഇവനിൽ കർത്താവിന്റെ കരമുണ്ടെന്ന്. കർത്താവിന്റെ കരം അവന്റെ കൂടെയുണ്ടെന്ന് ആർക്ക് മനസ്സിലായി? വിജാതീയനായ ഫറവോയ്ക്ക് മനസ്സിലായി ഇവൻ നിസാരക്കാരനല്ല, കർത്താവിന്റെ ആത്മാവ് അവന്റെ മേലുണ്ട്. അതുകൊണ്ട് അവനെ തന്നെ ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കി. കാരണം ഇത്രയും കൃത്യമായിട്ട് ഈജിപ്ത് രാജ്യത്ത് സംഭവിക്കാൻ പോകുന്ന ക്ഷാമം അത് വ്യാഖ്യാനിച്ചു തന്നെങ്കിൽ തീർച്ചയായിട്ടും അവന് ക്ഷാമത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാനായിട്ടാവും. അവന് രാജ്യത്തിന്റെ ഭരണാധികാരിയാക്കി. ജോസഫ് മിടുക്കനാണ്, നല്ല കഴിവുള്ളവനാണ്, ദൈവത്തിന്റെ കൃപയുള്ളവനാണ്, ദർശന വരവുള്ളവനാണ്. അവന് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ വരവുണ്ട്. അവൻ കൃത്യമായിട്ട് ചെയ്തു. ധാന്യപ്പുരകളെല്ലാം പണിത് ധാന്യങ്ങളെല്ലാം ശേഖരിച്ച് അനേകം വർഷങ്ങളിലേക്ക് വേണ്ട ധാന്യങ്ങൾ ശേഖരിച്ചു വെച്ചു. അപ്പത്തേ വരുന്നു ആരാണ്? തന്നെ കൊല്ലാൻ ആഗ്രഹിച്ച, പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട, അതുവഴി പോയി ഇസ്മായേല്യർക്ക് തന്നെ വിറ്റ സ്വന്തം സഹോദരന്മാര് വരുന്നു. നമ്മളാ ഈ വിവരം പറഞ്ഞാൽ എന്നാ പറയും? അവനെ അതിർത്തി കടത്തണ്ട, അവിടെ വെച്ച് തട്ടിയേക്കാൻ പറയും, അല്ലെ? ദുഷ്ടന്മാര്. ഇവനൊന്നും ജീവിക്കാൻ അവകാശമില്ല, അവന്മാരെന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്തതാ, അവനെന്നെ അടിമയായിട്ട് വിറ്റതാ, അവനെ കൊന്നേക്കാൻ പറയും അവന്മാരെ എല്ലാം. പക്ഷെ ഇവര് വന്നപ്പോഴേ സഹോദരങ്ങളാണെന്ന് മനസ്സിലായി. ഈ പാവം യൗസേപ്പ് അകത്തുപോയി പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത്. യൗസേപ്പ് 3 പ്രാവശ്യം പൊട്ടിക്കരഞ്ഞു. കാരണം അദ്ദേഹത്തിന് ആ വേദന അദ്ദേഹത്തോട് ഇവര് ചെയ്ത ആ പാതകങ്ങളെല്ലാം മനസ്സിൽ വന്നിട്ട് അത് മനസ്സിൽ അങ്ങോട്ട് തങ്ങി നിൽക്കുന്നില്ല, പൊട്ടിക്കരയുകയാണ്. കരഞ്ഞു അവൻ സങ്കടം തീർത്തു. പിന്നെ അവരായിട്ട് കുറെ പരീക്ഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം 45 ഉൽപ്പത്തി പുസ്തകം 45-ാമത്തെ വാക്യത്തിൽ തന്റെ അടുത്ത് നിന്നിരുന്ന 45-ാം അധ്യായം 1-ാമത്തെ വാക്യം, തന്റെ അടുത്ത് നിന്നിരുന്ന ഈജിപ്തുകാരുടെ എല്ലാം മുമ്പിൽ വികാരമടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല. അവരെയെല്ലാം പുറത്താക്കാൻ അവർ ആജ്ഞാപിച്ചു. അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല. അവൻ ഉറക്ക കരഞ്ഞു. 3-ാമത്തെ കരച്ചിലാണിത്. ഉറക്ക കരഞ്ഞു. ഈജിപ്തുകാരും ഫറവോയുടെ വീട്ടുകാരും അത് കേട്ടു. അതുപോലെ ഉച്ചത്തിൽ കരഞ്ഞു, വാവിട്ട് കരഞ്ഞു.
കാരണം ഈ സഹോദരങ്ങൾ എന്നോട് ചെയ്ത ദ്രോഹം അത് ഓർത്തപ്പോൾ ഇയാൾക്ക് കരച്ചിലടക്കാനായില്ല. അയാൾ വാവിട്ട് കരഞ്ഞു. എന്നിട്ട് ശാന്തമായി കഴിഞ്ഞപ്പോൾ ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ ജോസഫാണ്, എന്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ? അതാണ് ചോദിച്ചത്. അവരാകെ സ്തംഭിച്ചുപോയി. അവർക്ക് സംസാരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവൻ അവരോട് എന്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. തന്റെ മുറിപ്പാടുകളുടെ ചരിത്രത്തിന് ജോസഫ് ഒരർത്ഥം കണ്ടെത്തുകയാണ്. എന്താണത്? ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. 8-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയും, നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. എന്തിനു വേണ്ട? നിങ്ങളുടെയും ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ അയച്ചത്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. മുറിപ്പാടുകളുടെ ചരിത്രത്തിന് അർത്ഥം കണ്ടെത്തിയപ്പോൾ ജോസഫിന് ക്ഷമിക്കാനായി.